മുഴുവൻ ഇങ്ങനെ കരഞ്ഞു തീർക്കാമെന്നാണോ? അച്ഛൻ മരിച്ചു, ആ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. ഫിലോസഫി പറയുകയല്ല, ജീവിതത്തിൽ സംഭവിക്കും എന്നുറപ്പുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, അതാണ് മരണം. വറുതിയിൽ എല്ലാ ഇലകളും കൊഴിയുമ്പോഴും തളിർക്കാനായി ചില്ലകൾ കാത്തു നിൽക്കാറില്ല, തളിർക്കും. അത് പ്രകൃതി നിയമം. ബാല്യത്തിലെ അനാഥരായപ്പോ ഞങ്ങൾക്ക് 3 വയസ്സ് വരെ മദർ തെരേസ ഉണ്ടായിരുന്നു. 3-ാം വയസ്സ് മുതൽ ഇതുവരെ ഞങ്ങൾക്ക് അച്ഛനുണ്ടായിരുന്നു. നിലച്ചിരിക്കാതെ തനിച്ചായതുപോലെ അച്ഛനില്ലാത്ത വിരാഴികൾ ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അച്ഛനെ മരിച്ചിട്ടുള്ളൂ, ഞാനുണ്ട്, പ്രശാന്തുണ്ട്, ഞങ്ങളുടെ കുടുംബമുണ്ട്. മനുഷ്യൻ ഒരിക്കലും അവന്റെ ജീവിതത്തിൽ തനിച്ചല്ല. മനുഷ്യൻ എന്ന വാക്ക് തന്നെ ഒരു കൂട്ടായ്മയുടെ ബഹുവചനമാണ്. അതായിരുന്നു അച്ഛന്റെ മരണകാരണം. ഞങ്ങൾ പെൺമക്കളെ പറ്റിയുള്ള വേദന ചങ്കിൽ വിങ്ങിയായിരിക്കും അച്ഛൻ ഹൃദയം പൊട്ടി മരിച്ചത്. നിങ്ങൾ തനിച്ചല്ല എന്ന ഉത്തമ ബോധ്യത്തോടെയാണ് അദ്ദേഹം ഉറങ്ങാൻ കിടന്നത്. മാളവിനെ എത്തിക്കുന്നതിനെ പറ്റിയും മാലിനിയെ പ്രശാന്ത് വിവാഹം കഴിക്കുന്നതിനും അദ്ദേഹം പൂർണ്ണമായി സമ്മതിച്ചതാണ്. രേവതി തനിച്ചാക്കിയിട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം വരുമെന്ന് കരുതുന്നുണ്ടോ? അച്ഛനില്ലാത്തപ്പോ പരസ്പരം തുണയാകേണ്ടവരാ ഞങ്ങള്. എനിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതങ്ങളോ ഇഷ്ടങ്ങളോ ഉപേക്ഷിക്കരുത്. അതൊന്നും അച്ഛന്റെ ആത്മാവിന് പൊറുക്കാനാവില്ല. അദ്ദേഹം മരിക്കാൻ ഞാനൊരു കാരണക്കാരനാണോ? ഏഴാമത്തെ വയസ്സിൽ പപ്പയും അമ്മയും നഷ്ടപ്പെട്ട എന്റെ മാനസികാവസ്ഥ എന്താ? എനിക്ക് സങ്കടങ്ങൾക്ക് അവകാശമില്ലേ? അറിഞ്ഞ കാര്യങ്ങൾ വെച്ച് പ്രതികരിക്കാനുള്ള അവകാശമില്ലേ? എന്റെ മനസ്സിൽ ഓടിക്കളിക്കുന്ന കൂടപ്പിറപ്പിന് ഇന്ന് 25 വയസ്സ് പ്രായമുണ്ട്. കഴിഞ്ഞ 22 വർഷമായി എന്റെ ഓർമ്മകളിൽ ഓടിക്കളിക്കുക എന്റെ പെങ്ങൾ. നിന്റെ വികാരങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാ. എന്റെ മനസ്സിന്റെ നേർമയെ വികാരം എന്നൊരു കൊച്ചുവാക്ക് കൊണ്ട് വിശേഷിപ്പിക്കരുത്. എന്റെയും മാളവിന്റെയും പ്രശാന്തിന്റെയും മാലിന്റെയും ബന്ധങ്ങൾ അദ്ദേഹം അംഗീകരിച്ചതാണ്. നിന്റെ സഹോദരിയാണ് രേവതി എന്ന് വിശ്വസിച്ച് അവളെ നിനക്ക് ഏറ്റെടുത്തൂടെ? മനസ്സില്ല. കാരണം എനിക്ക് 3 പെങ്ങന്മാരുണ്ട്. ഇവർക്ക് അച്ഛനെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. എന്തിനും തുണയായി ഒരു സഹോദരൻ ജീവിച്ചിരിക്കുന്നു, എന്റെ കൂടപ്പിറപ്പുകൾക്ക് കാവലായി. തോമാച്ചൻ 7ാമത്തെ വയസ്സിൽ ഒരു പെങ്ങളെ നഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പൊ 3 പെങ്ങന്മാരെ കിട്ടിയിരിക്കുന്നു. ഇതെന്റെ റോസിമോള, ഇതെന്റെ റോസിമോള. ഇത് എന്റെ റോസിമോള. അച്ഛന്റെ സ്ഥാനത്ത് ആങ്ങളെയുണ്ട് മക്കളെ. എന്റെ കൂടപ്പിറപ്പുകളുടെ ഇഷ്ടമാണ് എന്റെയും ഇഷ്ടം. നീ ഒറ്റയ്ക്കല്ലടാ, നമ്മൾ 3 പേരുമുണ്ട്. പരസ്പരം താങ്ങും തണലുമായി ഇവർക്ക് കൂട്ടായി എപ്പോഴും നമ്മൾ പരസ്പരം പ്രണയിക്കുന്നവർ, സ്നേഹിക്കുന്നവർ, ബഹുമാനിക്കുന്നവർ, അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യത്തിലേക്ക് പറക്കാനുള്ള ചിറകുകൾ നമുക്ക് ഉപേക്ഷിക്കാം. കൂട്ടായ്മയുടെ ചിറക് പേറ. എന്നിട്ട് നന്മയിലേക്ക് മുൻപേ പറക്കാം. തീയാദിനം ദിനം തിന്ദിനം തിന്ദിനം തീയാദിനം ദിനം തിന്താരേ തീയാദിനം ദിനം തിന്ദിനം തിന്ദിനം തീയാദിനം ദിനം തിന്താരേ പെണ്ണിനു തുണയായ ഞങ്ങളും
ഒന്നായി പാടാം പാടാം പാടി കൈകോർത്തിടാം പാടാം പാടാം ഒന്നായി പാടാം പാടാം പാടി കൈകോർത്തിടാം